നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. ശ്രീലാം, ഇപ്പോൾ ചികിത്സയ്ക്കായി മുഖ്യമന്ത്രി പിണറായി വിജയൻ അമേരിക്കയ്ക്ക് പോയിരിക്കുകയാണ്. 10 ദിവസത്തെ ചികിത്സയ്ക്കായിട്ട് പോയിരിക്കുകയാണ്. അദ്ദേഹം കുടുംബസമേതം പോയിട്ടുണ്ട്. ഒരു മുഖ്യമന്ത്രിയുടെ ആരോഗ്യം എന്ന് പറയുന്നത് ശരിക്കും കേരളത്തിലെ ജനങ്ങളുടെ കൂടെ ഉത്തരവാദിത്വമാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെ നിലനിർത്തുന്നതിനായി വിദഗ്ധ ചികിത്സയ്ക്കായി പോകണമെങ്കിൽ പോകേണ്ടത് ആവശ്യം തന്നെയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയൻ അല്ല ആദ്യമായി വിദേശ ചികിത്സ നേടുന്ന ഒരു മന്ത്രി. അപ്പോ ഈ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായ ആക്രമണമാണ് അദ്ദേഹത്തിനെതിരെ ഉണ്ടാകുന്നത് ഈ ഒരു വിഷയത്തെ ചൊല്ലി. ശരിക്കും ഇങ്ങനൊരു ആക്രമണം നടത്തുന്നത് ന്യായമാണോ? അത് അദ്ദേഹത്തിന് പോകാൻ പാടില്ലേ യഥാർത്ഥത്തിൽ? റിത, നമ്മളെ ഈ അദ്ദേഹത്തിന്റെ ആരോഗ്യം ജനങ്ങളുടെ ആരോഗ്യമാണെന്നൊക്കെ പറയുമ്പോൾ മുഖ്യമന്ത്രി ഇപ്പോ ചികിത്സയ്ക്ക് സ്ഥിരമായി പോയിക്കൊണ്ടിരിക്കുന്ന അമേരിക്കയിലെ മയോ ക്ലിനിക്കിലാണ്. അവിടെയും ചർച്ചയാകുന്നതും ഒരുപക്ഷെ മുഖ്യമന്ത്രി പിണറായി വിജയനെ കളിയാക്കാനുള്ള സാധ്യതകൾ ഉണ്ടാക്കിയതുമൊക്കെ ഇവരും ഇവരുടെ പാർട്ടിയും ഒക്കെ തന്നെയാണ്. ഒരു കാലത്ത് സാമ്രാജ്യ വിരുദ്ധ ശക്തികൾ എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയ്ക്കെതിരെ നിരന്തരം സമരം ചെയ്തിരുന്നവരാണിവർ. അപ്പോ അങ്ങനെ സമരം ചെയ്തിരുന്നവർ അമേരിക്കയിലേക്ക് തന്നെ ചികിത്സ തേടി പോകുന്നു എന്ന് പറയുന്നതിനെയാണ് ഒന്നാം ഘട്ടത്തിൽ ആൾക്കാർ വിമർശിക്കുന്നത്. ഇനി മറ്റൊരു കാര്യം കൂടിയുണ്ട്. കേരളത്തിലെ ആരോഗ്യരംഗം ഏറ്റവും മികച്ചതാണെന്ന് പാടി പുകഴ്ത്തുന്നവരാണ് പിണറായി വിജയൻ അടക്കമുള്ളവർ. അത് പിണറായി വിജയൻ കേരളത്തിലെ ആരോഗ്യരംഗം കുറച്ച് മെച്ചമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അത് പിണറായി വിജയന്റെ കഴിവ് കൊണ്ടോ ഒന്നുമല്ല. രാജകുടുംബ കാലം മുതലേ ഉള്ള ആ കാലഘട്ടം മുതൽ ഉണ്ടായിരുന്ന ചികിത്സയും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെ തന്നെയാണ് കേരളത്തിലെ ആരോഗ്യരംഗത്തെ വലിയ രീതിയിൽ പുരോഗമനത്തിലേക്ക് നയിച്ചിട്ടുള്ളത്. ഇനി ആരോഗ്യരംഗത്തെ മാറ്റങ്ങളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ പോലും ഈ ആരോഗ്യരംഗത്ത് വിപ്ലവകരമായ മാറ്റം ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളുടെ എണ്ണത്തിൽ വർധന ഉണ്ടാക്കിയത്, കുറച്ചുകൂടി ആൾക്കാർക്ക് മെഡിക്കൽ കോളേജുകളെ അപ്രോച്ച് ചെയ്യാനുള്ള സാഹചര്യം ഉണ്ടാക്കിയത് ഉമ്മൻചാണ്ടിയുടെ കാലത്താണ്. നമുക്കറിയാം, നിരവധി മെഡിക്കൽ കോളേജുകളാണ് ഉമ്മൻചാണ്ടിയുടെ കാലത്തുണ്ടായത്. അപ്പോ ഇതിന്റെ എല്ലാം ക്രെഡിറ്റ് എടുക്കുന്ന പിണറായി വിജയൻ അടിക്കടി അമേരിക്കയിലേക്ക് ട്രീറ്റ്മെന്റിന് പോകുന്നത് കൊണ്ടാണ് ജനങ്ങൾ ഇങ്ങനെ അദ്ദേഹത്തെ ട്രോളുകയും ഒക്കെ ചെയ്യുന്നത്. പിന്നെ ഇത്രയും നല്ല ആശുപത്രികൾ കേരളത്തിലുണ്ട്. ഇനി അതും പോകട്ടെ, ഇതിനും അപ്പുറത്തേക്ക് എയിംസ് പോലുള്ള സ്ഥാപനങ്ങൾ ഡൽഹിയിൽ അടക്കമുണ്ട്. അപ്പോഴാണ് അദ്ദേഹം ചികിത്സ തേടി മയോ ക്ലിനിക്കിലേക്ക് ഇടയ്ക്കിടെ പോകുന്നത്. പോകുന്നത് മാത്രമല്ല, അദ്ദേഹം കുടുംബാംഗങ്ങളെ ഒന്നടങ്കം അമേരിക്കൻ ട്രിപ്പിന് പോകുന്ന പോലെ അദ്ദേഹം കുടുംബാംഗങ്ങളെ ഒന്നടക്കം അമേരിക്കയിലേക്ക് കൊണ്ടുപോകുന്നു എന്നുള്ളതാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം. അദ്ദേഹത്തിന്റെ ഭാര്യയ്ക്ക് പോകേണ്ടതുണ്ട്. ഇതിവിടെ കൊച്ചുമകനെയും മകളെയും ഒക്കെ കൂട്ടിച്ചേർത്തുകൊണ്ടാണ് അദ്ദേഹം പലപ്പോഴും ഇത്തരം യാത്രകൾ ചെയ്യാറുള്ളത്. അതൊക്കെയാണ് വിമർശന വിധേയമാകുന്നതെന്ന കാര്യത്തിൽ സംശയമില്ല. ഇവിടെ നോക്കൂ, കേരളത്തിലെ പൊതുജനാരോഗ്യത്തെ സംബന്ധിച്ച് വലിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന, അല്ലെങ്കിൽ ഇവിടുത്തെ മെഡിക്കൽ കോളേജുകളെ സംബന്ധിച്ച്, ആരോഗ്യ വകുപ്പിനെ സംബന്ധിച്ച് ഏറ്റവും വലിയ ചർച്ചകൾ നടന്നിരിക്കുന്ന ഒരു സമയമാണ് ഇപ്പോൾ അദ്ദേഹം പോകുന്നത്. ഇന്ന് രാവിലെ ഞാൻ ഏതോ ഒരു പോസ്റ്റർ കണ്ടു. ആരോ പിടിച്ചിരിക്കുന്ന ഏതോ ഒരു സമരത്തിന്റെ ഭാഗമായി പിടിച്ചിരിക്കുന്ന പോസ്റ്ററാണ്. ആ പോസ്റ്ററിൽ പറഞ്ഞിരിക്കുന്നത് മുഖ്യമന്ത്രി അമേരിക്കയിലേക്ക് പോകുന്നു, ആരോഗ്യമന്ത്രിയോട് പറയുന്നു നിങ്ങൾ ഓസ്ട്രേലിയയിലേക്ക് പോകൂ എന്നാണ്. കാരണം ആരോഗ്യമന്ത്രി ഇപ്പോൾ ചികിത്സ തേടി കഴിഞ്ഞ ദിവസം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്, ആരോഗ്യമന്ത്രിക്ക് കൊടുക്കാൻ പോലും മരുന്നില്ലായിരുന്നു. കഞ്ഞിവെള്ളത്തിൽ ഉപ്പൊഴിച്ചാണ് പ്രഷർ വന്നപ്പോൾ പ്രഷറിന്റെ വേരിയേഷൻ ഉണ്ടായ സമയത്ത് കൊടുത്തത് എന്നാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഇത്രയും കാലം കൊട്ടിഘോഷിച്ചിരുന്ന ആരോഗ്യരംഗത്തിന്റെ മികവ്, അല്ലെങ്കിൽ ആരോഗ്യരംഗത്ത് മരുന്ന് പോലും ഇല്ല എന്ന് പറയുമ്പോൾ ആരോഗ്യരംഗത്തിന്റെ മികവ് എന്താണെന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. പിന്നെ പൊതുവെ മന്ത്രിമാരും ഒക്കെ ആയി കഴിയുമ്പോൾ അതുവരെ ഗവൺമെന്റ് ആശുപത്രികളിൽ ചികിത്സ തേടിയിരുന്നവരും 100 രൂപയുടെ കണ്ണാടി വെച്ചവരും ഒക്കെ 50,000 രൂപയുടെ കണ്ണാടി വെക്കുന്ന കാഴ്ചയൊക്കെ നമ്മൾ കണ്ടതാണ്. കഴിഞ്ഞ കാലഘട്ടങ്ങളിലെല്ലാം നമ്മളിത് ചർച്ച ചെയ്തതുമാണ്. തോർത്തിനും വടക്കുമടക്കം റീഇംബേഴ്സ്മെന്റ് വാങ്ങിച്ചുകൊണ്ട് മന്ത്രിമാരൊക്കെ പ്രവർത്തിക്കുന്നത് എങ്ങനെയാണ് എന്ന് കഴിഞ്ഞ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ചികിത്സ തേടി പോകുന്നതിനെ വലിയ ഒരു സാധാരണഗതിയിൽ ചികിത്സ തേടി പോകുമ്പോൾ സാധാരണക്കാരെ ചിലപ്പോൾ കളിയാക്കാറില്ല. ഒരുപക്ഷെ പ്രധാനമന്ത്രി അടക്കം എന്തെങ്കിലും ആവശ്യം വരുമ്പോൾ നമുക്കറിയാം നമ്മുടെ രാജ്യത്ത് തന്നെയാണ് ചികിത്സ തേടുന്നത്. അവിടെയാണ് അമേരിക്കയിലേക്ക് പോയി ചികിത്സ തേടുന്നത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹത്തെ എല്ലാവരും കളിയാക്കുന്നത്. അത് മാത്രമല്ല, അദ്ദേഹത്തിന് ഇപ്പോൾ തന്നെ ഖജനാവിൽ നിന്ന് 1 കോടിയിലധികം രൂപ ഈ ട്രീറ്റ്മെന്റിന് മാത്രം ചെലവായിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്ത് അസുഖമാണ് എന്ന് ചോദിച്ചാൽ, നമ്മളിപ്പോ പറഞ്ഞല്ലോ, സാധാരണക്കാരായ ജനങ്ങളുടെ കൂടി ഉത്തരവാദിത്വമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം എന്ന് പറയുമ്പോഴും എന്ത് അസുഖമാണെന്ന് പോലും വെളിപ്പെടുത്താൻ കഴിയില്ല എന്നാണ് വിവരാവകാശം നൽകിയപ്പോൾ നൽകിയ മറുപടി. അപ്പോ സാധാരണക്കാരന്റെ പണം കൊണ്ട് ആ പണം വകമാറ്റി ചെലവഴിക്കുകയാണോ? അദ്ദേഹത്തിന് യഥാർത്ഥത്തിൽ എന്തെങ്കിലും അസുഖമുണ്ടോ? അദ്ദേഹം ട്രീറ്റ്മെന്റ് എന്ന് പറഞ്ഞു പോകുന്നത് ശരിയാണോ? അല്ലെങ്കിൽ എന്തിനാണ് പോകുന്നത്? ഇനി സൗന്ദര്യ ചികിത്സയ്ക്കാണോ പോകുന്നത് നമുക്കറിയില്ലല്ലോ. മയോ ക്ലിനിക്ക് നമ്മൾ മനസ്സിലാക്കുന്ന ക്യാൻസറിന്റെ ട്രീറ്റ്മെന്റ് ആയതുകൊണ്ട് അദ്ദേഹത്തിന് അത്തരത്തിൽ എന്തെങ്കിലും അസുഖമായിരിക്കും. അതിനുള്ള സാധ്യതകളാണ് മുന്നിൽ കാണുന്നത് എന്നുള്ളതാണ്. പക്ഷെ എങ്കിൽ പോലും പൊതുജനാരോഗ്യം രംഗത്ത് ഇത്രയധികം നേട്ടമുണ്ട് എന്ന് മേനി നടിക്കുന്ന കേരളത്തിലെ മുഖ്യമന്ത്രി അദ്ദേഹം മയോ ക്ലിനിക്കിലേക്ക് ചികിത്സ തേടി പോകുന്നു എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. ഇനി അദ്ദേഹത്തെ മാത്രം പറയേണ്ട, കേരളത്തിലെ മന്ത്രിമാരെല്ലാം ഇപ്പോൾ ചികിത്സ തേടുന്നത് പ്രൈവറ്റ് ആശുപത്രികളിലാണ്. ആരും തന്നെ ഗവൺമെന്റിന്റെ സംവിധാനങ്ങളെ അല്ലെങ്കിൽ മെഡിക്കൽ കോളേജുകളെ ആശ്രയിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്.
ഇതിൽ തന്നെ ഞാൻ ചില മന്ത്രിമാരുടെ വിദേശത്തും സ്വദേശത്തുമൊക്കെ ആയിട്ട് ചികിത്സ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ തേടിയ ചില മന്ത്രിമാരുടെ കാര്യങ്ങൾ ഞാൻ പറഞ്ഞു തരാം. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രിയായ ശിവൻകുട്ടിയാണ്. അദ്ദേഹം സ്വന്തം ചികിത്സയ്ക്കും ഭാര്യ പാർവതി ദേവിയുടെ ചികിത്സയ്ക്കുമായി 10 ലക്ഷത്തിലധികം രൂപ സർക്കാർ ഖജനാവിൽ നിന്ന് വാങ്ങിയിട്ടുണ്ട്. അതുകൂടാതെ തിരുവനന്തപുരത്തെ സർക്കാർ ആശുപത്രികൾ ഉണ്ടായിട്ടും കിംസ് ഹോസ്പിറ്റൽ, തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് നല്ല ആശുപത്രിയാണെന്നാണല്ലോ എല്ലാവരും പറയുന്നത്. പക്ഷേ തിരുവനന്തപുരത്ത് ആ മെഡിക്കൽ കോളേജിന് അടുത്ത് തന്നെ താമസിക്കുന്ന വിദ്യാഭ്യാസ മന്ത്രി ശിവൻകുട്ടി ചികിത്സ തേടുന്നത് കിംസിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതുപോലെ തന്നെ വൈദ്യുതി മന്ത്രിയെ കൃഷ്ണൻകുട്ടി കൊച്ചി ആസ്റ്റർ മെഡിസിറ്റി, ചെന്നൈ അപ്പോളോ, കോയമ്പത്തൂർ കോവൈ മെഡിക്കൽ സെന്റർ എന്നിവിടങ്ങളിലാണ് ചികിത്സ തേടിയിരിക്കുന്നത്. ഭാര്യ അമൃത ലക്ഷ്മി ഹോസ്പിറ്റൽ. ഇങ്ങനെ ഇവരെല്ലാം സ്വകാര്യ ചികിത്സ തേടുന്നവരാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഇനി പോട്ടെ, MP രാജേഷ്, തദ്ദേശ വകുപ്പ് മന്ത്രിയായ MP രാജേഷും മെഡിക്കൽ കോളേജിനെയല്ല ആശ്രയിക്കുന്നത്. അദ്ദേഹം ചികിത്സ തേടുന്നത് മെഡിക്കൽ കോളേജിൽ അദ്ദേഹം ചികിത്സ തേടുന്നില്ല. അദ്ദേഹവും ഭാര്യയും ലിസി ആശുപത്രിയിലാണ് ചികിത്സ തേടുന്നത് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഇനി മുൻ ഗതാഗത മന്ത്രിയായ ആന്റണി രാജു ചികിത്സയ്ക്ക് സ്വകാര്യ ആശുപത്രികളിലേക്കാണ് പോകുന്നത്. അതുപോലെ തന്നെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ഡോക്ടർ R ബിന്ദു മകന്റെ ചികിത്സയ്ക്ക് എറണാകുളം ലിസി ഹോസ്പിറ്റലിലേക്കാണ് പോയത്. അപ്പോ സർക്കാർ ആശുപത്രികളിൽ മരുന്നുക്ഷാമമുണ്ട് എന്നും സാധാരണക്കാരന് ആശ്രയിക്കാൻ പറ്റുന്ന സർക്കാർ ആശുപത്രികൾ സാധാരണക്കാരന് വേണ്ടി മാത്രമാണ്. മന്ത്രിയായി കഴിഞ്ഞാൽ തൊഴിലാളി വർഗവും ഒക്കെ സ്നേഹവും ഒക്കെ പറയുമെങ്കിലും പാവങ്ങളുടെ ഭാഗമായി നിൽക്കുകയും അല്ലെങ്കിൽ ഈ സാധാരണഗതിയിൽ ഇവര് ഒരു പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധാരണക്കാരന്റെ ഭാഗത്തു നിന്ന് ചിന്തിക്കാൻ കഴിയുന്ന ഏക രാഷ്ട്രീയ പ്രസ്ഥാനം CPM ആണെന്നാണല്ലോ. പക്ഷേ സാധാരണക്കാരന്റെ ഭാഗത്തു നിന്ന് വോട്ട് തേടി വിജയിക്കുമ്പോൾ വരെ മാത്രമാണ് സാധാരണക്കാരനായി അല്ലെങ്കിൽ സാധാരണക്കാരന്റെ പ്രതിനിധിയായി അവർ തുടരുക. അതിനുശേഷം അവർ അസാധാരണമായ അല്ലെങ്കിൽ വലിയ പണക്കാരന്റെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരുടെ പ്രതിനിധിയായി മാറുന്നതാണല്ലോ ഈ കാണിച്ചു കൊടുക്കുന്നത്. അപ്പോ എല്ലാ മെഡിക്കൽ കോളേജുകളുടെയും സൗകര്യങ്ങൾ അല്ലെങ്കിൽ ചികിത്സയ്ക്ക് എല്ലാ സൗകര്യങ്ങളും മികച്ച ഡോക്ടർമാർ, കേരളത്തിലെ ആരോഗ്യരംഗത്തെ കുറിച്ച് പറയുന്ന ഏറ്റവും മികച്ച ഡോക്ടർമാർ. എനിക്ക് തോന്നുന്നു ഇവർ ഈ സ്വകാര്യ ചികിത്സ തേടി പോകുന്ന ആശുപത്രികളിൽ ഉള്ളതിലൊക്കെ മികച്ച ഡോക്ടർമാരുള്ള ആശുപത്രികളാണ് കേരളത്തിലെ മെഡിക്കൽ കോളേജുകൾ എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ആ കാര്യത്തിൽ വളരെ വ്യക്തമായി നമുക്ക് പറയാൻ കഴിയും. കാരണം പലപ്പോഴും ഇപ്പൊ തന്നെ നമ്മൾ ഒരു ഡോക്ടർ വന്നിട്ട് ആരോഗ്യരംഗത്തെ മോശം പ്രവണതകളെ കുറിച്ച് ശസ്ത്രക്രിയക്ക് വേണ്ട ഉപകരണങ്ങളില്ല, പണം വാങ്ങി നൽകിയെങ്കിൽ മാത്രമേ, പണം കൊണ്ടുപോയി സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നെങ്കിൽ മാത്രമേ ശസ്ത്രക്രിയ നടത്തുകയുള്ളൂ എന്ന ഗുരുതരമായ ആ കുറ്റം അത് കൃത്യമായി തന്നെ അദ്ദേഹം പറഞ്ഞുകൊണ്ട് ഒരു കൃത്യവിലോപമാണ് എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ട് അദ്ദേഹം രംഗത്ത് വന്ന സാഹചര്യമുണ്ട്. അദ്ദേഹത്തെ എല്ലാ രീതിയിലും അനുകൂലിച്ചുകൊണ്ട് തന്നെയാണ് നമ്മുടെ വീണ ജോർജ് വന്നത്. ഇത് അദ്ദേഹത്തെ അനുകൂലിക്കാതിരിക്കാൻ കഴിയില്ല. കാരണം അദ്ദേഹം സത്യസന്ധനായ ഒരു ഡോക്ടറാണെന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു. അദ്ദേഹത്തിനെ സംബന്ധിച്ച് അദ്ദേഹത്തിന്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ ഏറ്റവും സത്യസന്ധനായ ഉദ്യോഗസ്ഥനാണ്. അത് മാത്രമല്ല ആ ഡോക്ടറെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ അദ്ദേഹം പറഞ്ഞൊരു വാചകം വളരെ ശ്രദ്ധേയമായ കാര്യമാണ്. ഞാൻ മെഡിക്കൽ കോളേജുകളുടെ സൗകര്യത്തിൽ, അതായത് ഗവൺമെന്റിൽ പഠിച്ചതുകൊണ്ട് എന്റെ സർവീസും ഗവൺമെന്റിന് കൊടുക്കണം. അതായത് അദ്ദേഹം മെറിറ്റിൽ കിട്ടിയ ആളാണ്. അതുകൊണ്ട് തീർച്ചയായും അദ്ദേഹത്തിന്റെ സർവീസ് കൂടി സർക്കാരിന് അനുകൂലമാകണം എന്നതുകൊണ്ടാണ് ഞാൻ പ്രൈവറ്റ് ആശുപത്രിയിൽ നോക്കാതെ ഗവൺമെന്റ് ആശുപത്രിയിൽ തുടരുന്നതെന്ന് പറയുന്നു. പല ആൾക്കാരും ഇങ്ങനെ കിട്ടിക്കഴിഞ്ഞാൽ പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ പോയി വലിയ പണത്തിൽ, നമുക്കറിയാം പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലെ ശമ്പളവും ഗവൺമെന്റ് ആശുപത്രികളിലെ ശമ്പളവും തട്ടിച്ചു നോക്കുമ്പോൾ, ഗവൺമെന്റിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാരുടെ ജോലിഭാരവും ഒക്കെ തട്ടിച്ചു നോക്കുമ്പോൾ തീർച്ചയായിട്ടും ഗവൺമെന്റിലെ ഡോക്ടർമാർ ചെയ്യുന്നത് വലിയ സേവനമാണെന്ന കാര്യത്തിൽ സംശയമില്ല. അവർക്കൊക്കെ പല രീതിയിൽ പണം ഉണ്ടാക്കാനുള്ള മാർഗങ്ങൾ ഉണ്ടായിട്ടും അതൊന്നും ചെയ്യാതെ അല്ലെങ്കിൽ പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്ക് പോകാതെ ഗവൺമെന്റ് ആശുപത്രികളിൽ തന്നെ തുടരുന്ന ഡോക്ടർമാർ, ആ ഡോക്ടർ സഖി കെട്ടിട്ടാണ് അദ്ദേഹം വന്ന് ഇത്രയും കാര്യങ്ങൾ പുറത്തു പറഞ്ഞത്. അപ്പോ മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ വഴി മരുന്നുകൾ വിതരണം ചെയ്യുന്നില്ല. ആരോടാണ് സർക്കാരിന്റെ പ്രതിബദ്ധത എന്ന് നമ്മൾ ചിന്തിക്കേണ്ടിയിരിക്കുന്നു. സാധാരണക്കാർക്ക് പ്രാപ്യമാകേണ്ട ആശുപത്രികൾ, ആ ആശുപത്രികളിൽ മരുന്നും സംവിധാനങ്ങളുമില്ല. കെട്ടിടങ്ങൾ പഴകിയത്. ഇപ്പൊ പറയുന്നു കോട്ടയം മെഡിക്കൽ കോളേജിൽ 546 കോടിയുടെ കെട്ടിടമൊക്കെ പൂർത്തിയായിട്ടുണ്ട്. കെട്ടിടം പൂർത്തിയായെങ്കിൽ എന്തുകൊണ്ടാണ് ഇടിഞ്ഞ് വീഴാൻ പോയ ഒരു കെട്ടിടത്തെ ഇടിച്ചു മാറ്റാതിരുന്നത്? അത് അവിടെ ഉണ്ടായിരുന്നുകൊണ്ടാണല്ലോ കഴിഞ്ഞ ദിവസം വലിയ അപകടമുണ്ടായത്. ഇപ്പൊ തൃശ്ശൂരും കഴിഞ്ഞ ദിവസം 3ഓളം സർജറികൾ മുടങ്ങിയിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. പല സ്ഥലത്തും അങ്ങനെ തന്നെയാണ്. പാവങ്ങൾ, ഏറ്റവും കാശില്ലാത്തവർ, ഒരു രീതിയിലും തന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ കഴിയാതെ അല്ലെങ്കിൽ ചികിത്സിക്കാൻ കഴിയാത്ത ആൾക്കാരാണല്ലോ സർക്കാർ ആശുപത്രികളിലേക്ക് വരിക. ഒരു 90%, 10% മാത്രമാണ് മറ്റു ആശുപത്രികളിൽ നിന്നും പ്രശ്നങ്ങളായും ആക്സിഡന്റ് ആയും റെഫറലായും ഒക്കെ വരുന്നത്. ആ റെഫറലായിട്ട് തീരെ നിവർത്തിയില്ലാത്ത ചില പണക്കാരും അവിടെ എത്താറുണ്ട്. പക്ഷെ എങ്കിൽ പോലും നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് സർക്കാർ ആശുപത്രികളുടെ സംവിധാനങ്ങൾ ഉപയോഗിക്കുന്ന പാവങ്ങളെ ഇല്ലാതാക്കുകയും അല്ലെങ്കിൽ അവർക്ക് ചികിത്സ നിഷേധിച്ചുകൊണ്ടാണ് കോടിക്കണക്കിന് രൂപ മുടക്കിക്കൊണ്ട് പിണറായി വിജയൻ അടക്കമുള്ളവർ മയോ ക്ലിനിക്കിലേക്കും മറ്റു പ്രൈവറ്റ് ഹോസ്പിറ്റലുകളിലേക്കും ഒക്കെ പോകുന്നത് എന്നുള്ളത് കൊണ്ടാണ് അദ്ദേഹം വിമർശനത്തിന് വിധേയമാകുന്നത്. തങ്ങളുടെ ആശുപത്രികളുടെ സൗകര്യം മെച്ചപ്പെടുത്തുകയും ഇവിടെ സാധാരണക്കാരായ ജനങ്ങളെ പരിഗണിക്കുകയും സാധാരണക്കാരായ ജനങ്ങളുടെ ചികിത്സയ്ക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുകയും ഒക്കെ ചെയ്താൽ ഇത്രയധികം ഒരുപക്ഷെ പ്രശ്നമുണ്ടാവില്ല. മാത്രമല്ല വളരെ ഗോപ്യമായി തന്നെ എന്താണ്
അദ്ദേഹത്തിന്റെ അസുഖം പോലും പറയാതെ വളരെ ഗോപ്യമായി സർക്കാരിന്റെ പണം ഉപയോഗിച്ചുകൊണ്ട് സർക്കാർ ഖജനാവിൽ നിന്ന് പണം ഉപയോഗിച്ചുകൊണ്ട് പോകുന്നു എന്നുള്ളതൊക്കെയാണല്ലോ വിമർശന വിധേയമാകുന്നത്. അവിടെയാണ് പിണറായി വിജയനെ സംബന്ധിച്ചിടത്തോളം പിണറായി വിജയന്റെ ഇരട്ടത്താപ്പ് നാം കാണുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം.